നമസ്കാരം. വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട്, റോഡ് ഷോയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വന്നത് മുസ്ലിം ലീഗിനാണ്. റോഡ് ഷോയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു, ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. ഇതിന്റെ 75% മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ്. വയനാട് മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്, ഒരുപാട് പ്രവർത്തകരുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ഈ ഒരു പ്രചാരണ പരിപാടിയിലേക്ക് ഒഴുകിയെത്തി. എന്നാൽ സ്വന്തം കൊടി പുറത്തെടുക്കാൻ കഴിയാത്ത പാർട്ടി എന്ന ഒരു ചീത്തപ്പേര് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിനുണ്ടായി. പ്രതിപക്ഷ പാർട്ടികളും മുന്നണികളും ഒക്കെ മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ചു. പലരും മുസ്ലിം ലീഗിനെ ട്രോളിക്കൊണ്ട് പല വീഡിയോകളും ചെയ്തു. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് കൃത്യമായ ഒരു മറുപടി പറയാൻ മുസ്ലിം ലീഗ് തയ്യാറായിരുന്നില്ല, മുസ്ലിം ലീഗിന് കഴിഞ്ഞിരുന്നില്ല. പിന്നീട് കോൺഗ്രസ് തന്നെ രംഗത്തെത്തി വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചരണ പരിപാടിക്ക് ഒരു പാർട്ടിയുടെയും കൊടി വേണ്ട എന്നൊരു തീരുമാനമെടുത്തു. അതാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞു. എന്തായാലും ഇപ്പോഴും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ട്രോളുകളും ആക്ഷേപങ്ങളും ഒക്കെ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ട്രോളിയവർക്കും അതുപോലെ തന്നെ കടന്നാക്രമിച്ചവർക്കുമൊക്കെ മുസ്ലിം ലീഗ് ഒരു തകർപ്പൻ മറുപടി കൊടുത്തിരിക്കുകയാണ്. അതായത് മറ്റൊരു ദൃശ്യമാണ് മുസ്ലിം ലീഗ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറുപടി കൊടുക്കാൻ ഉപയോഗിച്ചത് എന്നുള്ളതാണ്. വ്യാപകമായി മുസ്ലിം ലീഗിന്റെ കൊടിയെടുത്ത് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗിന്റെ കൊടി മാത്രം ഉപയോഗിച്ച് നടന്ന ഒരു വലിയ പ്രചരണ പരിപാടി, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവിന്റെ പ്രചരണ പരിപാടി മുസ്ലിം ലീഗിന്റെ കൊടി മാത്രമേ ഉള്ളൂ. അത്തരത്തിലൊരു ദൃശ്യമാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സൈബർ ഗ്രൂപ്പുകളിൽ, FB പേജുകളിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ദൃശ്യങ്ങൾ എടുത്ത് മുസ്ലിം ലീഗിനെ ട്രോളുന്നതിനു വേണ്ടിയും ആക്ഷേപിക്കുന്നതിനു വേണ്ടിയും വീണ്ടും പാകിസ്ഥാൻ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടിയും ചിലരൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ ശ്രമമൊക്കെ പരാജയപ്പെടുകയാണ്. മുസ്ലിം ലീഗിന്റെ റീച്ച് കൂടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതായത് ഉപദ്രവിക്കാൻ വന്നത് ഉപകാരമായി മാറിയ ഒരവസ്ഥ. ഹിന്ദു ഐക്യവേദിയുടെ അധ്യക്ഷ ശശികലയാണ് ഇത്തരത്തിൽ ഈ ഒരു വീഡിയോ ഉപയോഗിച്ചിരിക്കുന്നത്. കെ മുരളീധരൻ ഏറ്റവും മുന്നിൽ നടന്നു പോകുന്നു പച്ചമാലയിട്ട്. അതിന് തൊട്ടുപിറകിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ പച്ചക്കൊടിയും പിടിച്ച് കെ മുരളീധരനെ അകമ്പടി സേവിക്കുന്നു. ഇത്തരത്തിലൊരു ദൃശ്യമാണ്. എന്നിട്ട് ശശികല ചോദിച്ചിരിക്കുന്നത് ഇത് ഏതാണ് രാജ്യം എന്നാണ്. യഥാർത്ഥത്തിൽ ശശികലയുടെ ഉള്ളിലിരിപ്പ് എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ മുസ്ലിം ലീഗിന് അത് ഗുണം ചെയ്തു എന്നുള്ളതാണ്. അവരാൽ കഴിയുന്ന വിധം അവരത് പ്രചരിപ്പിക്കുന്നുണ്ട്. ശശികല കൂടെ ആ ദൗത്യം ഏറ്റെടുത്തു എന്ന രീതിയിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് അതിനെ നോക്കിക്കാണുന്നത്. എന്തായാലും ശശികലയുടെ ഉള്ളിലിരിപ്പ്, എന്നും പച്ചയോട് വിരോധം, എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. മുസ്ലിം ലീഗിന്റെ കൊടിയെ പാകിസ്ഥാന്റെ കൊടി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു. അതുപോലെ തന്നെ എപ്പോഴും മുസ്ലിം ലീഗിനെ ആക്രമിക്കുമ്പോഴും അല്ലെങ്കിൽ മുസ്ലിം വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെയൊക്കെ വിമർശിക്കുമ്പോഴും ആക്ഷേപിക്കുമ്പോഴും ശശികലയുടെ നാവിൽ നിന്നും അത്തരത്തിലുള്ള വാക്കുകളും പ്രവർത്തനങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ചില രീതികളും ഒക്കെ നമുക്ക് പലപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം ശശികല മനസ്സിലാക്കണം, പച്ചയോട് ഇവിടെ ആർക്കും അലർജി ഇല്ല എന്നുള്ളതാണ്. പച്ച എപ്പോഴും സമാധാനത്തിന്റെ ഒരു കളറായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഞാൻ മുസ്ലിം ലീഗിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അവരുടെ കൊടിയെ പ്രൊമോട്ട് ചെയ്യുന്നതിനോ പറയുന്നതല്ല. ഒരു കാര്യം ചിന്തിക്കുക, നമ്മളൊരു ആശുപത്രിയിൽ പോകുന്നു, ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മളൊക്കെ കയറി ചെല്ലുമ്പോൾ യഥാർത്ഥത്തിൽ വലിയ പേടിയോടുകൂടിയാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി ചെല്ലുന്നത്. എന്നാൽ ഈ തിയേറ്ററിൽ നമുക്ക് ചുറ്റും നിൽക്കുന്ന ഡോക്ടേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ആണെങ്കിലും അവരൊക്കെ ധരിച്ചിരിക്കുന്ന ഒരു വസ്ത്രം മിക്കവാറും പച്ചയായിരിക്കും. ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ മാറ്റമുണ്ട്. മാത്രമല്ല, നമ്മൾ കിടക്കുന്ന ആ കട്ടിലാണെങ്കിലും ആ കട്ടിലിൽ വിരിച്ചിരിക്കുന്ന ബെഡ്ഷീറ്റ് നമുക്ക് ചുറ്റും മൊത്തത്തിൽ പച്ചമയമായിരിക്കും. അതായത് വേദനകൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കളറിലേക്ക് നോക്കുമ്പോൾ അത് മറക്കാൻ സഹായിക്കുമെന്നാണ് പലരും പറയുന്നത്. മനസ്സിനെപ്പോഴും ശാന്തിയും സമാധാനവും ഉണ്ടാകും. ഇതാണ് പച്ചയുടെ ഒരു മഹത്വം. അത് മുസ്ലിം ലീഗ് ഉപയോഗിച്ചത് കൊണ്ടല്ല, പച്ചയ്ക്ക് അത് ഉള്ളതാണ്. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സംഘപരിവാരങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു നിറം ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് കാവിയാണ്. എന്താണ് ഇന്ന് കാവിയുടെ അവസ്ഥ? നമ്മുടെ രാജ്യത്ത് കാവി എന്ന് പറഞ്ഞാൽ ആളുകൾ ഞെട്ടുന്ന ഒരവസ്ഥയാണ്. ഈ നിറം കണ്ടാൽ ആളുകൾക്ക് അറ്റാക്ക് ഉണ്ടാകും, അത്രമാത്രം പേടിയാണ്. ആളുകളെ ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് സംഘപരിവാരങ്ങൾ കാവി കളർ ഉപയോഗിക്കുന്നത്. ഇതാണ് കാവിയുടെ മഹത്വം. കാവിയുമായി ബന്ധപ്പെട്ട് ശശികല പലപ്പോഴും അതിന്റെ മഹത്വങ്ങൾ പറയുമ്പോൾ, അതാണ് ശരിയെന്ന് പറയുമ്പോൾ, ഇവിടെ ദേശീയ പതാക പോലും മാറ്റി കാവി കളർ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുമ്പോൾ ഇവിടെ രാജ്യത്തെ ഭൂരിഭാഗം വരുന്ന ആളുകളും ഈ നിറം കാണുന്നത് തന്നെ അവർക്ക് പേടിയാണ്, അലർജിയാണ്. അതേസമയം പച്ചയോട് അത്രമാത്രം അലർജിയില്ല. എന്തായാലും ശശികല ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ചെയ്യുന്ന സമയത്ത് ഒന്ന് ആലോചിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.
എന്തായാലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നേട്ടമായി എന്ന കാര്യം കൂടെ ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്.